നമസ്കാരം. പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ബർഗൻഫീൽഡ് സെന്റ് മേരീസ് ദേവാലയത്തിൽ 8 നോമ്പാചരണം ഓഗസ്റ്റ് 30 മുതൽ സെപ്റ്റംബർ 6 വരെ. ക്വീൻസിൽ വർണ്ണാഭമായ ഇന്ത്യ ഡേ പരേഡ്, വലിയ മലയാളി പങ്കാളിത്തം. റോക്ക്ലൻഡിൽ ദേശസ്നേഹം തുടിച്ചുനിന്ന സ്വാതന്ത്ര്യദിന പരേഡ് വർണ്ണാഭമായി. ന്യൂയോർക്ക് കേരള സമാജം പിക്നിക് പൈതൃകം നിലനിർത്തി അവിസ്മരണീയമായി. സീനിയേഴ്സിന് തണലായി എക്കോ പുതിയ തലങ്ങളിലേക്ക്. ഓണാഘോഷം സെപ്റ്റംബർ 5 വെള്ളിയാഴ്ച നടക്കും. വാർത്തകൾ വിശദമായി. ബർഗൻഫീൽഡ് സെന്റ് മേരീസ് ദേവാലയത്തിൽ ആണ്ടുതോറും നടത്തിവരുന്ന വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളും പുണ്യശ്ലോകനായ ശ്രേഷ്ഠ പൗലോസ് ദ്വിതീയൻ കാത്തോലിക ബാവയുടെ ഓർമ്മയും ഈ വർഷം ഓഗസ്റ്റ് 30 ശനി മുതൽ സെപ്റ്റംബർ 6 ശനി വരെ ഭക്തിയാദരപൂർവ്വം നടത്തുന്നു. അനുഗ്രഹീത വചന ശുശ്രൂഷകരായ റവറൻ ഫാദർ ഡോക്ടർ AP ജോർജ്, റവറൻ ഫാദർ എബി മാത്യു, റവറൻ ഫാദർ ടോണി കൊര എന്നീ വൈദികരുടെ ദൈവവചന ശുശ്രൂഷയും ധ്യാനവും 8 നോമ്പിലെ എല്ലാ ദിവസങ്ങളിലും ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി ദേവാലയത്തിൽ കഴിയുവാനുള്ള സൗകര്യമുണ്ടായിരിക്കുന്നതാണ്. വിശുദ്ധ കുർബാനയെ തുടർന്ന് എല്ലാ ദിവസങ്ങളിലും ധ്യാനമുണ്ടായിരിക്കും. ആത്മശരീര മനസ്സുകളുടെ നവീകരണത്തിനും വിശുദ്ധീകരണത്തിനുമായി കർത്തൃസന്നിധിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ അനുഗ്രഹീത മധ്യസ്ഥതയിൽ ആയിരിക്കുവാൻ ഏവരെയും കർത്തൃനാമത്തിൽ ക്ഷണിക്കുന്നുവെന്ന് ഇടവക വികാരി റവറൻ ഫാദർ ജോയ് ജോൺ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് eMalayali. മൻഹട്ടൻ കഴിഞ്ഞാൽ ന്യൂയോർക്ക് സിറ്റിക്കുള്ളിൽ തന്നെ നടക്കുന്ന ക്വീൻസ് ഇന്ത്യ ഡേ പരേഡിൽ ആയിരങ്ങൾ ഭാരതാംബയ്ക്ക് ആദരവുമായി അണിനിരന്നപ്പോൾ ഹിൽസൈഡ് അവന്യൂ ത്രിവർണ്ണങ്ങളിൽ മുങ്ങി. ഫ്ലോറൽ പാർക്ക് ബെൽസ് മെർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പരേഡ് 10ാം വർഷത്തിലേക്ക് കടന്നപ്പോൾ ഇന്ത്യക്കാരുടെ ഒരുമയും ശക്തിയും പ്രകടിപ്പിക്കുന്ന വാർഷികോത്സവമായി അത്. മലയാളികൾ നേതൃത്വം നൽകുന്ന ഏക പരേഡ് എന്ന നിലയിൽ മലയാളി സാന്നിധ്യവും പരേഡിനെ വ്യത്യസ്തമാക്കി. കടുത്ത ചൂടിനെ അവഗണിച്ചും ആബാലവൃദ്ധം ജനങ്ങൾ പരേഡിന് ഹിൽസൈഡ് അവന്യൂവിൽ 268ാമത് സ്ട്രീറ്റിൽ അണിനിരന്നു. ഫ്ലോട്ടുകളും താളമേളങ്ങളും ത്രിവർണ്ണ പതാകകളും ഭാരതമാതാവിന് ജൈവിളികളുമായി ജനം അണിനിരന്നപ്പോൾ കാഴ്ചക്കാരായും റോഡിനിരുവശത്തും ജനങ്ങൾ തിങ്ങി നിറഞ്ഞു. ന്യൂയോർക്ക് പോലീസിന്റെ സജീവ സാന്നിധ്യമായിരുന്നു ആദ്യം ശ്രദ്ധയിൽപ്പെടുക. അശ്വാരൂഢരായ പോലീസ് ഓഫീസർമാർ നയിച്ച പരേഡിന് പിന്നിൽ പോലീസിലെ ദേശീയ അംഗങ്ങൾ മാർച്ച് ചെയ്തു. സെറ്റി പോലീസിലെ ദേശീയ സൊസൈറ്റിയും പരേഡിനെത്തി. അമേരിക്കൻ മലയാളി ലോ എൻഫോഴ്സ്മെന്റ് അംഗബലത്തോടെ പരേഡിനെത്തി. മതഭേദമില്ലാത്ത BAPS, ജൈന സൊസൈറ്റി, ക്രിസ്ത്യൻ സംഘടനകൾ എന്നിവ പരേഡിൽ മാർച്ച് ചെയ്തതും ഇന്ത്യയുടെ പ്രത്യേകതയായ ബഹുസ്വരതയുടെ പ്രതിഫലനമായി. ബോളിവുഡ് നടി ശേഷാൽ ശർമ്മയായിരുന്നു ഗ്രാൻഡ് മാർഷൽ. മിസ് ന്യൂയോർക്ക് ആയിരുന്ന മീര മാത്യൂസ്, കേരളത്തിൽ നിന്ന് വന്ന മുൻ DGP ഋഷിരാജ് സിംഗ്, മുൻ ന്യൂയോർക്ക് സ്റ്റേറ്റ് സെനറ്റർ കെവിൻ തോമസ് തുടങ്ങിയവരും പരേഡിനെ നയിച്ചു. അസൗകര്യം മൂലം മേയർ എറിക് ആദംസിന് എത്താനായില്ല. എന്നാൽ മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി കർട്ടിസ് ലേവ, ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയും ക്വീൻസിലെ തന്നെ അസംബ്ലിമാനുമായ സൊഹ്റാൻ മദാനി എന്നിവർ എത്തി. ഇരുവരും ഔദ്യോഗിക ക്ഷണിതാക്കളല്ലായിരുന്നുവെങ്കിലും അവരുടെ സാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടു. പ്രത്യേകിച്ച് യുവജനതയുടെ വലിയ സംഘവുമായി എത്തിയ ഇന്ത്യക്കാരൻ കൂടിയായ മദാനിയുടെ സാന്നിധ്യം. ക്വീൻസ്ബറോ പ്രസിഡന്റ് ഡൊണോവൻ റിച്ചാർഡ്, അസംബ്ലിമാൻ ബോൺസ്റ്റെയിൻ, അസംബ്ലി വുമണും ഇന്ത്യക്കാരിയുമായ ജെന്നിഫർ രാജ്കുമാർ, ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്നുള്ള കോൺസൽ സേവാഗ്, നാസ കൗണ്ടി ലെജിസ്ലേച്ചർ ക്രിസ്ത്യൻ ലൂ തുടങ്ങിയവർ പ്രസംഗിച്ചു. സാംസ്കാരിക പരിപാടികൾ, ട്രേഡ് ഷോ, ഫുഡ് സ്റ്റാൾ, DJ എന്റർടൈൻമെന്റ് എന്നിങ്ങനെ പ്രായഭേദമന്യേ എല്ലാവർക്കും ആസ്വദിക്കാവുന്ന തരത്തിലാണ് ആഘോഷങ്ങൾ അണിയിച്ചൊരുക്കിയത്. വിവിധ കലാപരിപാടികളുടെ ചടങ്ങുകൾക്ക് സമാപനമായി. പരേഡ് കമ്മിറ്റി ചെയർ കോശി തോമസ് ആയിരുന്നു. ചെയർമാൻ സുഭാഷ് കപാഡിയ, വൈസ് ചെയർമാൻ ഉജ്ജ്വല ഷാ, കളത്തിൽ വർഗീസ്, മാത്യു തോമസ്, കോശി തോമസ് എന്നിവരാണ് അസോസിയേഷന്റെ ഡയറക്ടർമാർ. ഇവർക്ക് പുറമെ പ്രസിഡന്റ് ഡിൻസിൽ ജോർജ്, സെക്രട്ടറി മേരി ഫിലിപ്പ്, ട്രഷറർ ആശ മാമ്പള്ളി, ജോർജ് C. പറമ്പിൽ, അരുൺ ചന്ദ്ര, VM ചാക്കോ, രാജു എബ്രഹാം, അശോക് ജെയിൻ, വിനോദ് R. പട്ടേൽ, ദിവേഷ് ത്രിപാഠി, രജനിഭായ് ഗാന്ധി തുടങ്ങിയ പ്രമുഖർ അടങ്ങുന്ന കമ്മിറ്റിയുടെ അധ്വാനത്തിന്റെ ഫലമായാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം മാതൃരാജ്യത്തെ അതേ ആവേശത്തോടെ അമേരിക്കയിലും ആഘോഷിക്കപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് eMalayali. റോക്ക്ലൻഡിലെ ന്യൂ സിറ്റിയിൽ ഇന്ത്യൻ കൾച്ചറൽ സൊസൈറ്റി ഓഫ് റോക്ക്ലൻഡിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ഡേ പരേഡ് വർണ്ണാഭമായി. ദേശസ്നേഹം തുടിച്ചുനിന്ന അന്തരീക്ഷത്തിൽ ന്യൂ സിറ്റി ലൈബ്രറിക്ക് മുന്നിൽ നിന്ന് ആരംഭിച്ച പരേഡ് കൗണ്ടി കോർട്ടിന് മുന്നിൽ സമാപിച്ചു. ഇന്ത്യൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് എത്തിയ ജനങ്ങൾ ഭാരത് മാതാ കി ജയ്, വന്ദേ മാതരം മുദ്രാവാക്യങ്ങളുമായി മാർച്ച് ചെയ്തു.
ചെണ്ടമേളത്തിന്റെ മുഴങ്ങുന്ന ശബ്ദം ഇന്ത്യൻ സമൂഹത്തിന്റെ മുന്നേറ്റത്തിന്റെ കാഹളമായി. അശ്വാരൂഢരായ പോലീസ് മാർച്ച് മുന്നിൽ നിന്ന് നയിച്ചു. ഫൊക്കാന, ഹഡ്സൺ വാലി മലയാളി അസോസിയേഷൻ തുടങ്ങി വിവിധ മലയാളി സംഘടനകളും പരേഡിൽ പങ്കെടുത്തു. റോക്ക്ലൻഡ് കൗണ്ടി ടൂറിസവും പരേഡിനെ പിന്തുണച്ചു. കൗണ്ടി കോർട്ടിന് മുന്നിൽ ICSR പ്രസിഡന്റ് അൽകാഷ ഇന്ത്യൻ പതാക ഉയർത്തി. ഇന്ത്യയിൽ നിന്നെത്തിയ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആയിരുന്നു മുഖ്യാതിഥി. സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം എടുത്തുകാട്ടിയ അദ്ദേഹം പ്രവാസ നാട്ടിലും ഇന്ത്യക്കാർ ജന്മനാടിനോടുള്ള സ്നേഹം അചഞ്ചലമായി കാത്തുസൂക്ഷിക്കുന്നതിൽ അഭിമാനം കൊണ്ടു. സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയവർക്കും ജീവൻ ബലിയർപ്പിച്ചവർക്കും അദ്ദേഹം ആദരാഞ്ജലികൾ അർപ്പിച്ചു. റോക്ക്ലൻഡ് കൗണ്ടി എക്സിക്യൂട്ടീവ് എഡ് ഡേ, ക്ലാർക്സ്റ്റൗൺ ടൗൺ സൂപ്പർവൈസർ ജോർജ് ഹോമൻ, സ്റ്റേറ്റ് സെനറ്റർ ബിൽ വെബർ, റോക്ക്ലൻഡ് കൗണ്ടി ലെജിസ്ലേച്ചർ ഡോക്ടർ ആനി പോൾ തുടങ്ങിയവർ ജനങ്ങളെ അഭിസംബോധന ചെയ്തു. ഓഗസ്റ്റ് 15 റോക്ക്ലൻഡ് കൗണ്ടിയിൽ ഇന്ത്യാ ദിനമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രൊക്ലമേഷൻ ഡേ ആനി പോൾ വായിച്ചു. സമ്മേളനത്തിന് ശേഷം വിവിധ കലാപരിപാടികൾ നടന്നു. ഭക്ഷണ വിതരണം, വിവിധ സ്റ്റാളുകൾ എന്നിവയും ഏറെ പേരെ ആകർഷിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി. ന്യൂയോർക്ക് ലോങ് ഐലൻഡിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയിലെ ഏറ്റവും ആദ്യത്തെ സംഘടനയായ കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്ക് അതിന്റെ 53ാമത് വർഷത്തെ പിക്നിക് വൈവിധ്യം കൊണ്ട് അവിസ്മരണീയമാക്കി. വേനൽക്കാലമാകുമ്പോൾ അമേരിക്കയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള പാർക്കുകൾ വിവിധ ഗ്രൂപ്പുകളുടെ പിക്നിക്കിനാൽ നിബിഡമായിരിക്കും. വിവിധ പള്ളികളും മതസ്ഥാപനങ്ങളും ക്ലബ്ബുകളും സംഘടനകളും നാനാദേശക്കാരും അവരുടെ അംഗങ്ങളെ സംഘടിപ്പിച്ച് പിക്നിക് സംഘടിപ്പിക്കുന്നത് പതിവ് കാഴ്ചകളാണ്. ധാരാളം കുടുംബങ്ങളും അവരുടെ കുടുംബാംഗങ്ങളെ ചേർത്ത് പിക്നിക്കിന് പോകാറുണ്ട്. പ്രത്യേകിച്ച് ആഴ്ചയവസാനമാകുമ്പോൾ മിക്കവാറും ഓഫീസുകളും അവധിയായതിനാൽ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒരുമിച്ച് സന്തോഷത്തോടെ ഭക്ഷണം പാകം ചെയ്തും സന്തോഷങ്ങൾ പങ്കുവച്ചും ഒരു ദിവസം മുഴുവൻ ചിലവഴിക്കുവാൻ പിക്നിക്കുകൾ വേദിയാകാറുണ്ട്. സമാജത്തിലെ അംഗങ്ങളുടെ നിറസാന്നിധ്യം രാവിലെ 10 മണിക്ക് ആരംഭിച്ച് വൈകിട്ട് 4 മണിക്ക് അവസാനിച്ച പിക്നിക്കിൽ ആദ്യാവസാനം ഉണ്ടായിരുന്നു എന്നത് പ്രശംസനീയമാണ്. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ മുതൽ പിക്നിക്കിൽ പങ്കെടുത്ത എല്ലാവർക്കും ലൈവായി ഓംലറ്റും തട്ടുദോശയും ചമ്മന്തിയും സാമ്പാറും കപ്പ പുഴുങ്ങിയതും കാച്ചിൽ പുഴുങ്ങിയതുമൊക്കെ അടങ്ങിയ പ്രഭാത ഭക്ഷണം നൽകിയപ്പോൾ അതൊരു ഹോംലി നാടൻ ഭക്ഷണത്തിൻ്റെയും അന്തരീക്ഷത്തിൻ്റെയും അനുഭവം നൽകി. എല്ലാവരും നന്നായി ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചപ്പോൾ അതേ പാർക്കിൽ മറ്റൊരു ഫീൽഡിൽ നടന്നുകൊണ്ടിരുന്ന മറ്റ് 1-2 മലയാളി സംഘടനകളുടെ പിക്നിക് വേദിയിലേക്ക് ഈ വാർത്ത പടർന്നു. ആ വാർത്ത പ്രസ്തുത മറ്റ് സംഘടനകളിലെ ചിലരെയൊക്കെ സമാജം പിക്നിക് വേദിയിലേക്ക് ആകർഷിക്കുവാനും ഇടയായി. വന്നു ചേർന്ന എല്ലാവരും ഒരുമിച്ച് ചേർന്ന പ്രഭാത ഭക്ഷണം പങ്കിട്ടപ്പോൾ അതൊരു സൗഹൃദത്തിൻ്റെയും പരസ്പര ഒത്തുചേരലിൻ്റെയും സന്തോഷം പങ്കിടലിൻ്റെയും വേറിട്ട അനുഭവമായി. വിവിധ വിനോദങ്ങളിലും ഹാസ്യ സംഭാഷണങ്ങളിലും ഏർപ്പെട്ടപ്പോൾ അവിടെ ഒത്തുചേർന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് സീനിയർ വ്യക്തികൾക്ക്, മാനസികോല്ലാസത്തിന് അവസരവും നൽകി. തുടർന്ന് എല്ലാവരും ചേർന്ന ഉച്ചഭക്ഷണം അവിടെ തന്നെ തയ്യാറാക്കി. ഗ്രിൽ ചെയ്ത ചിക്കനും ബർഗറും ഹോട്ട് ഡോഗും വിവിധയിനം സാലഡുകളും പലതരം ഫ്രൂട്ട്സും എല്ലാം കൂടിയായപ്പോൾ സുഭിക്ഷമായ ഭക്ഷണവും എല്ലാവരും നിറമനസ്സോടെ ആസ്വദിച്ച് ഭക്ഷിച്ചു തൃപ്തരായി. ഭക്ഷണം കഴിക്കുന്നതിനേക്കാളുപരി എല്ലാവരും ഒരുമിച്ചുള്ള ഭക്ഷണം പാകം ചെയ്യലും ഒരുമിച്ചുള്ള തമാശ വർത്തമാനങ്ങളും എല്ലാവരുടെയും സൗഹൃദം കൂടുതൽ അരക്കെട്ടുറപ്പിക്കുന്നതിനുള്ള വേദിയായി പരിണമിച്ചു. എല്ലാവർക്കും ഇത്തരം കൂടിവരവുകൾ അവരുടെ ഗൃഹാതുരത്വം വർദ്ധിപ്പിക്കുകയും പഴയകാല നാടൻ ഓർമ്മകളുടെ ആഴങ്ങളിലേക്ക് അവരെ ഊളിയിട്ടിറക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയും ചെയ്തു. എല്ലാ പ്രായക്കാർക്കും ഒരേപോലെ പങ്കിടാവുന്ന ചീട്ടുകളിയും കസേരകളിയും വടംവലിയുമെല്ലാം കൂടിയായപ്പോൾ ശരിക്കുമൊരു ആർത്തുല്ലാസത്തിന്റെ പ്രതീതിയാണ് പങ്കെടുത്ത എല്ലാവർക്കും അനുഭവവേദ്യമായത്. കേരള സമാജം പ്രസിഡന്റ് സജി എബ്രഹാമും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അംഗങ്ങളുമാണ് പിക്നിക് ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയത്. സമാജം പ്രസിഡന്റ് സജി എബ്രഹാം, സെക്രട്ടറി മാത്തുക്കുട്ടി ഈശോ, ട്രഷറർ വിനോദ് KRK, ബോർഡ് ഓഫ് ട്രസ്റ്റീസ് ചെയർമാൻ വിൻസെന്റ് സെറിയക്, മുൻ ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ സണ്ണി പണിക്കർ, ജോയിന്റ് സെക്രട്ടറി ജോസിസ് കറിയ, കമ്മിറ്റി അംഗങ്ങളായ തോമസ് പ്രകാശ്, ബാബു പാറക്കൽ, മറ്റ് അംഗങ്ങളായ ജോർജ് ലിജോ എന്നിവരാണ് രാവിലെ 6 മണി മുതൽ തട്ടുകട ക്രമീകരിക്കുന്നതിനും ലൈവ് ദോശ, ഓംലെറ്റ്, ഗ്രിൽ ചിക്കൻ, ബർഗർ എന്നിവ പാകം ചെയ്യുന്നതിനും മുൻകൈയെടുത്ത് പ്രവർത്തിച്ചത്. മറ്റ് കമ്മിറ്റി അംഗങ്ങളായ ലീല മാരേട്ട്, ഷാജി വർഗീസ്, ഹേമ ചന്ദ്രൻ, മാമൻ എബ്രഹാം, തോമസ് വർഗീസ്, ചാക്കോ കോയിക്കലത്ത്, ജെയ്സൺ വർഗീസ്, ബോർഡ് അംഗങ്ങളായ വർഗീസ് കെ ജോസഫ്, പോൾ പി ജോസ്, ഫിലിപ്പോസ് കെ ജോസ്, സിബി ഡേവിഡ്, മുൻ പ്രസിഡന്റുമാരായ ഡോക്ടർ ജേക്കബ് തോമസ്, ജോസ് ചുമാർ, ഷാജു സാം എന്നിവരും പിക്നിക്കിന്റെ വിജയത്തിനായി കൈകോർത്ത് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. ദോശയ്ക്ക് ആവശ്യമായ മാവ്, ചമ്മന്തി, സാമ്പാർ എന്നിവയും കപ്പപ്പുഴുക്ക്, കാച്ചിൽ പുഴുങ്ങിയത്,
കാന്താരി ചമ്മന്തി എന്നിവയും മേൽപ്പറഞ്ഞ കമ്മിറ്റി അംഗങ്ങളിൽ ചിലർ സ്വഭവനങ്ങളിൽ തയ്യാറാക്കി കൊണ്ടുവന്നതും സന്തോഷകരമായ അനുഭവമായി. എല്ലാവിധത്തിലും കൂട്ടായ പരിശ്രമത്താൽ പൈതൃകം നിലനിർത്തി നടത്തിയ ഈ വർഷത്തെ കേരള സമാജം വാർഷിക പിക്നിക് ഏവരുടെയും മനസ്സിൽ എക്കാലവും തങ്ങി നിൽക്കുന്ന മധുര സ്മരണകൾ സമ്മാനിച്ചാണ് പര്യവസാനിച്ചത്. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. എക്കോ ഓണാഘോഷം തിരുവോണ നാളായ സെപ്റ്റംബർ 5 വെള്ളിയാഴ്ച വൈകിട്ട് 4 മുതൽ 9 വരെയുള്ള സമയം ന്യൂ ഹൈഡ് പാർക്കിലുള്ള ക്ലിന്റൺ ജി മാർട്ടിൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുവാനുള്ള ക്രമീകരണങ്ങൾ നടത്തിവരുന്നു. വാർദ്ധക്യം പലപ്പോഴും പലർക്കും സ്വമനസ്സിൽ ചിന്തിക്കാൻ പോലും താല്പര്യമില്ലാത്ത ജീവിത സാഹചര്യമാണ്. ജീവിത സായാഹ്നത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളാലും അവഗണനയുടെ അനുഭവങ്ങളാലും നട്ടം തിരിയുമ്പോൾ അല്പം ആശ്വാസവാക്കുമായും സുഖമാണോ അച്ചായ, അമ്മാമ്മേ, ചേട്ട, ചേച്ചി എന്ന ഒരു ചോദ്യവുമായും ആരെങ്കിലും സമീപിച്ചാൽ ആ മുഖത്തെ പ്രസാദം സ്വാഭാവികമായും ഉടലെടുക്കുന്നതാണ്. അതിൽ കൃത്രിമത്വം തീരെ ഉണ്ടാവില്ല. ഒരുപക്ഷെ അത്തരമൊരു സമീപനം മുതിർന്നവരുടെ മാനസിക ഉത്തേജനത്തിന് പോലും സഹായിക്കും. അമേരിക്കയിലെ കുടിയേറ്റ മലയാളി സമൂഹത്തിൽ നല്ലൊരു പങ്കും അവരുടെ നല്ല ജീവിതകാലത്തിലെ സിംഹഭാഗവും അവരുടെ മക്കളുടെ വളർച്ചയ്ക്കും ശുഭകരമായ ഭാവിക്കും വേണ്ടി ഒഴിഞ്ഞുവെച്ച് നേരെ ചൊവ്വെ ജീവിക്കാൻ പോലും മറന്നവരാണ്. അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ കേരള സംസ്കാരത്തിൻ്റെ ഒരു പതിപ്പ് കൂടിയാണ്. ആദ്യകാല കുടിയേറ്റ മലയാളികളിൽ ധാരാളം പേർ ഈ കാലഘട്ടത്തിൽ 65 മുതൽ 70 വയസ്സിനു മുകളിൽ പ്രായമുള്ളവരാണ്. അമേരിക്കയിലേക്ക് കുടിയേറിയ കാലഘട്ടത്തിൽ അവർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനും കുടുംബം പോറ്റുന്നതിനുമായി 2 ഷിഫ്റ്റ് ജോലി ചെയ്തും ഒരാൾ ഡേ ഡ്യൂട്ടി ചെയ്യുമ്പോൾ മറ്റൊരാൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്തുമൊക്കെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഇന്ന് അവരിൽ പലരുടെയും മക്കളും കൊച്ചുമക്കളും അവരുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിനും ജോലി സംബന്ധമായും മറ്റ് സംസ്ഥാനങ്ങളിലോ അവരിൽ നിന്നും അകന്ന സ്ഥലങ്ങളിലോ ആയിരിക്കും. അവരുടെ മക്കൾ അമേരിക്കൻ സംസ്കാരത്തിലേക്ക് ചേക്കേറിയവരാകാം. അതിനാൽ മുതിർന്ന പലരും ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിൽ അവരവരുടെ ഭവനങ്ങളിൽ ഒതുങ്ങിക്കഴിയുന്നവരാകാം. ഈ സാഹചര്യം മനസ്സിലാക്കിയാണ് ന്യൂയോർക്ക് ന്യൂ ഹൈഡ് പാർക്ക് കേന്ദ്രീകൃതമായി 2013 മുതൽ പ്രവർത്തിക്കുന്ന എക്കോ എന്ന സന്നദ്ധ സംഘടന മലയാളി സമൂഹത്തിലെ മുതിർന്നവരെ ചേർത്ത് നിർത്തുന്നതിനും അവർക്ക് വേണ്ടിയതായ കരുതലും പരിഗണനയും നൽകി ഏകാന്തതയിൽ നിന്നും ഒറ്റപ്പെടലിൽ നിന്നും അവർക്ക് മോചനം നൽകുന്നതിനും പ്രവർത്തിക്കുവാൻ തുടങ്ങിയത്. എക്കോ സീനിയർ വെൽനസ് എന്ന പേരിൽ മുതിർന്നവരുടെ ഉന്നമനത്തിനും ആരോഗ്യപരിപാലനത്തിനും സൗഹൃദ കൂട്ടായ്മയ്ക്കും ഊന്നൽ നൽകി എല്ലാ വെള്ളിയാഴ്ചകളിലും ഉച്ചയ്ക്ക് ശേഷം 4 മണിക്കൂറോളം ഒരു കൂട്ടായ സമൂഹമായി ചേർന്നു തുടങ്ങി. വെള്ളിയാഴ്ചകളിൽ ന്യൂ ഹൈഡ് പാർക്കിലുള്ള ക്ലിന്റൺ ജി മാർട്ടിൻ എന്ന ടൗൺ ഓഫ് നോർത്ത് ഹെംസ്റ്റഡിൻ്റെ കമ്മ്യൂണിറ്റി ഹാളിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഏകദേശം 4 വർഷങ്ങൾക്ക് മുൻപ് ചെറിയ കൂട്ടായ്മയായി ആരംഭിച്ച പ്രസ്തുത പ്രൊജക്റ്റ് ഇന്ന് ലോങ് ഐലൻഡിലെ മറ്റൊരു സ്ഥലത്തേക്ക് കൂടി വ്യാപിപ്പിച്ചു. ന്യൂ ഹൈഡ് പാർക്കിൽ നടത്തപ്പെടുന്ന അതേ ശൈലിയിൽ ലെവി ടൗണിലുള്ള സെന്റ് തോമസ് മലങ്കര ഓർത്തഡോക്സ് ചർച്ച് ഓഡിറ്റോറിയത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 4 മുതൽ 7 വരെ മുതിർന്നവരുടെ മാനസികോല്ലാസത്തിനായി വിവിധ കളികളും തുന്നൽ പരിശീലനവും യോഗ, എക്സസൈസ്, ജീവിത കഥകൾ, വിജ്ഞാനപ്രദമായ ക്ലാസുകൾ എന്നിവ നടത്തിവരുന്നു. ന്യൂ ഹൈഡ് പാർക്കിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 300-ലധികം മലയാളി സുഹൃത്തുക്കളിൽ നിന്നും ധാരാളം പേർ വന്ന് പങ്കെടുത്ത് സന്തോഷകരമായി ജീവിക്കുന്നു. ചൊവ്വാഴ്ചത്തെ പരിപാടികളെപ്പറ്റി സുഹൃത്തുക്കളിൽ നിന്നും മറ്റും അറിഞ്ഞുകേട്ട് ലെവി ടൗണിന് സമീപ പ്രദേശങ്ങളിലെ കൂടുതൽ ആളുകൾ ഓരോ ആഴ്ചയിലും വന്നു ചേരുന്നു. റിട്ടയർ ചെയ്ത് സ്വഭവനങ്ങളിൽ വിശ്രമ ജീവിതം നയിക്കുന്ന എല്ലാ മലയാളി സുഹൃത്തുക്കളും തികച്ചും സൗജന്യമായ ഈ പരിപാടിയിൽ പങ്കെടുത്ത് അവരവരുടെ ആരോഗ്യ പരിപാലനത്തിനും സൗഹൃദ കൂട്ടായ്മയ്ക്കും മാനസികോല്ലാസത്തിനും ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് സംഘാടകർ ആഗ്രഹിക്കുന്നു. സീനിയേഴ്സിന്റെ ആരോഗ്യ പരിപാലനത്തിന് എക്കോയുടെ നേതൃത്വത്തിൽ മേൽപ്പറഞ്ഞ 2 കേന്ദ്രങ്ങളിൽ നടത്തപ്പെടുന്ന വിവിധ സേവന പരിപാടികൾ ഇവയാണ്: യോഗ പരിശീലനം, ലാഫ്റ്റർ യോഗ, കായിക വിനോദങ്ങൾ, തുന്നൽ പരിശീലനം, കരകൗശല നിർമ്മാണ പരിശീലനം, ഫിസിക്കൽ തെറാപ്പി എക്സസൈസുകൾ, ആരോഗ്യ പരിപാലന ക്ലാസുകൾ, സോഷ്യൽ വർക്ക് ക്ലാസുകൾ, ജീവിത കഥ പങ്കുവയ്ക്കൽ, സംഗീത പരിപാടികൾ, കലാപരിപാടി അവതരണം, റിട്ടയർമെന്റ് ജീവിത പരിശീലനങ്ങൾ തുടങ്ങി സീനിയേഴ്സിന്റെ മാനസിക പുരോഗതിക്കും ആരോഗ്യ പരിപാലനത്തിനും ഉതകുന്ന വിധം പരിപാടികൾക്കാണ് എക്കോ ഊന്നൽ നൽകുന്നത്. പൂർണ്ണമായും സൗജന്യമായാണ് എക്കോ ഈ പരിപാടികൾ നടത്തുന്നത്. ചൊവ്വാഴ്ചയിലെയും വെള്ളിയാഴ്ചയിലെയും സൗജന്യ പരിപാടികളിൽ ലഘുഭക്ഷണവും പ്രസ്തുത ദിവസങ്ങളിൽ നൽകുന്നുണ്ട്. എക്കോ അതിലെ അംഗങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി ഓണാഘോഷം തിരുവോണ നാളായ സെപ്റ്റംബർ 5 വെള്ളിയാഴ്ച വൈകിട്ട് 4 മുതൽ 9 വരെയുള്ള സമയം ന്യൂ ഹൈഡ് പാർക്കിലുള്ള ക്ലിന്റൺ ജി മാർട്ടിൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വരുന്നു. അന്നേ ദിവസം വിവിധ കലാപരിപാടികളോടും ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടുമുള്ള ഘോഷയാത്രയും വിഭവസമൃദ്ധമായ ഓണസദ്യയും നടത്തി ഈ വർഷത്തെ ഓണം അവിസ്മരണീയമാക്കുവാനുള്ള ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നു. സമീപഭാവിയിൽ മലയാളി സമൂഹത്തിലെ മുതിർന്നവരുടെ ആരോഗ്യ പരിപാലനത്തിനും മാനസിക ഉന്നമനത്തിനുമായി ആഴ്ചയിൽ 5 ദിവസവും പ്രവർത്തിക്കുന്ന മാതൃകയിൽ ഒരു സീനിയർ വെൽനസ് ഡേ കെയർ സെന്റർ ന്യൂ ഹൈഡ് പാർക്ക് പ്രദേശത്ത് ആരംഭിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ എക്കോ ചെയ്തു വരുന്നു. അതിന്റെ പ്രാരംഭ നടപടികൾ പൂർത്തിയായി.
4500 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഒരു കെട്ടിടത്തിൽ ഡേ കെയർ സെന്റർ സ്ഥാപിക്കുന്നതിനുള്ള ടൗൺ അംഗീകാരം കിട്ടിയാലുടൻ അത്തരമൊരു സൗകര്യം മലയാളികൾക്കായി ക്രമീകരിക്കുന്നതിന് എക്കോ ഭാരവാഹികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മുതിർന്ന പൗരന്മാരുടെ ശാരീരിക മാനസിക പുരോഗമനത്തിനായി ആരംഭിക്കുന്ന പ്രസ്തുത ഡേ കെയർ ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്നതിനാണ് സംഘാടകർ പദ്ധതിയിടുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് echo4usa@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ ബന്ധപ്പെടുക. കൂടാതെ വെബ്സൈറ്റായ www.wcho4help.org സന്ദർശിക്കുക. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇതോടെ പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.